നമസ്കാരം. അയ്യപ്പ കോപത്തിൽ തകർന്നടിഞ്ഞ വി.ഡി. സതീശനും UDF-ഉം. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. വി.ഡി. സതീശനും കൂട്ടരും ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പല രീതിയിലുള്ള കുപ്രചരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ വളരെ ഭംഗിയായി വലിയ സക്സസ് ആയി തന്നെ അയ്യപ്പ സംഗമം നടക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ സമുദായ സംഘടനയിലുള്ള നേതാക്കളൊക്കെ സർക്കാരിൽ വിശ്വാസമാണ്, ആ സംഗമം വിജയകരമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ വി.ഡി. സതീശൻ പുതിയ കുപ്രചരണവുമായി മാധ്യമങ്ങളെ കണ്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് സതീശന്റെ കുപ്രചരണങ്ങൾ കാണാം, ശേഷം വ്യക്തമായ മറുപടി കണക്കുകൾ നിരത്തി പറയാനുണ്ട്. പ്രതിപക്ഷം 3 ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്ന്, ഇപ്പോൾ അയ്യപ്പ ഭക്തി കാണിക്കുന്ന സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കുമോ, സത്യവാങ്മൂലം. 2, NSS പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്കെതിരായി അന്ന് കേസെടുത്തിട്ടുണ്ട് സർക്കാർ. ആ കേസ് പിൻവലിക്കുമെന്ന് ഉറപ്പ് തന്നാണ്. പക്ഷെ ഒരു കേസും പിൻവലിച്ചിട്ടില്ല. എല്ലാവർക്കും എതിരായിട്ടുള്ള കേസാണ്. ആ കേസ് പിൻവലിക്കുമോ? 2, കഴിഞ്ഞ 10 വർഷക്കാലമായി ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ചെറുവിരൽ അനക്കാത്ത ഈ ഗവൺമെന്റ് ഇപ്പൊ മാസ്റ്റർ പ്ലാനുമായി വന്നത് ആരെ കബളിപ്പിക്കാനാണ്? വി.ഡി. സതീശനുള്ള ഉത്തരങ്ങൾ ഞാൻ പറയാം. ആദ്യം തന്നെ പറയട്ടെ, ശബരിമലയെ സംരക്ഷിക്കുകയല്ല ഇവരുടെ ഉദ്ദേശം. ഭക്തർക്ക് സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയല്ല ഇവരുടെ ഉദ്ദേശം. ഒരാഗോള തീർത്ഥാടന കേന്ദ്രമായി ശബരിമലയെ മാറ്റുകയല്ല ഇവരുടെ ലക്ഷ്യം. ഇവർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ തകർക്കാൻ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണം, അത്രയേ ഉള്ളൂ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം, വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കണം, അത്രയേ ഉള്ളൂ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തെ സംഘപരിവാറും BJP-യും കോൺഗ്രസും ഭയക്കുന്നത് എന്ന് ചോദിച്ചാൽ, ശബരിമലയുടെ പേരിൽ ഇവർ നടത്തിയ കുപ്രചരണങ്ങളൊക്കെ ആ സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊളിച്ചു എന്നത് തന്നെയാണ്. ചില ചോദ്യങ്ങൾ വി.ഡി. സതീശനോടുണ്ട്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് ആരൊക്കെയാണ്? അവർ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്? ശബരിമലയിൽ സ്ത്രീ പ്രവേശനമാകാമെന്ന് പറഞ്ഞ നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും ഏതൊക്കെയാണ് സതീശ? സുപ്രീം കോടതി വിധി വന്നപ്പോൾ അതിനെ സ്വാഗതം ചെയ്ത പാർട്ടിയല്ലേ നിങ്ങളുടേത്? ഒരു ജനാധിപത്യ രാജ്യത്ത് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചാൽ ആ വിധി കൃത്യമായി നടപ്പിലാക്കുക എന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്തമല്ലേ സതീശ? പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ഒരു വിധി നടപ്പാക്കാൻ കഴിയില്ല എന്ന് ഒരു സംസ്ഥാന ഗവൺമെന്റിന് പറയാൻ കഴിയുമോ? ഇതൊക്കെയല്ലേ സതീശൻ വിഴുങ്ങുന്നത്? അങ്ങനെ പറഞ്ഞാൽ ആ സംസ്ഥാന ഗവൺമെന്റിന് പിന്നെ നിലനിൽക്കാൻ കഴിയുമോ സതീശ? ഈ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ഒരു സംസ്ഥാന ഗവൺമെന്റിന് ശ്രമിക്കാതിരിക്കാൻ കഴിയുമോ? കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വവും സംഘപരിവാർ നേതൃത്വവും BJP-യുടെ സംസ്ഥാന നേതൃത്വവും എല്ലാം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി വരുന്നതിന് മുമ്പും വിധി വന്നപ്പോഴും ഒരേ നിലപാടല്ലേ സ്വീകരിച്ചത്? എന്തേ അതൊക്കെ വിഴുങ്ങുന്നു? സുവർണ അവസരമായി ആ വിധി വന്നതിന് ശേഷം ഉള്ള സാഹചര്യങ്ങളെ നിങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴല്ലേ നിങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വന്നത്? ഓൺലൈൻ ബുക്കിങ്ങിലൂടെ ശബരിമലയിലെ ഭക്തരുടെ പ്രവേശനത്തിൽ നിയന്ത്രണങ്ങൾ വരുത്തിയപ്പോൾ എത്ര മോശമായിട്ടാണ് സതീശ നിങ്ങളും BJP-യും ചില മാധ്യമങ്ങളും കേരളത്തിൽ ചില പ്രചാരണങ്ങൾ നടത്തിയത്? എന്നാൽ മുൻ വർഷങ്ങളിൽ ഒരു ഭക്തർക്ക് പോലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ ശബരിമല പ്രവേശനം സാധ്യമായെന്ന് സംസ്ഥാന ഗവൺമെന്റിനെ നിശിതമായി എതിർക്കുന്നവർ വരെ പ്രസ്താവിച്ചത് നമ്മൾ മറന്നിട്ടില്ല. അതുപോലെ തന്നെ ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത് ഒന്നാം പിണറായി വിജയൻ സർക്കാരും രണ്ടാം പിണറായി വിജയൻ സർക്കാരും ചേർന്നല്ലേ സതീശ? എന്തിനാണ് ഇതൊക്കെ തിരസ്കരിക്കുന്നത്? ശബരി റെയിൽ പാതയും ശബരിമല വിമാനത്താവളവും യാഥാർത്ഥ്യമാക്കാൻ എത്ര ശക്തമായിട്ടാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ കുപ്രചരണം നടത്തുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വലിയ ശബരിമല സ്നേഹിയാണെങ്കിൽ പിന്നെന്താ ശബരിമലയിലെ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന സമരങ്ങളുടെ കേസുകൾ പിൻവലിക്കാത്തതെന്ന്? അതാണ് ഇപ്പോൾ സതീശനും ചോദിച്ചത്. എന്നാൽ സത്യം കേട്ടോളൂ, ശബരിമലയിലെ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭങ്ങളെ തുടർന്ന് ആകെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 2635 അതിൽ 1940 കേസുകൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. 1940 കേസുകൾ അവസാനിച്ചു. ഇനി ആകെ ബാക്കിയുള്ളത് 695 കേസുകളാണ്. അതിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നേരിട്ട് പിൻവലിക്കാൻ കഴിയാത്ത കേസുകളാണ് ഭൂരിഭാഗവും. 666 കേസുകൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടതിനാൽ അത് പിൻവലിക്കാൻ ശുപാർശ ചെയ്യാൻ കഴിയാത്ത കേസുകളാണ്. അത് കോടതി സംവിധാനത്തിലൂടെ മാത്രമേ അവസാനിപ്പിക്കാൻ കഴിയൂ. ഒരു ക്രിമിനൽ കേസ് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയും, ശ്രദ്ധിക്കണം, സുപ്രീം കോടതിയും രാജ്യത്തെ നിയമവ്യവസ്ഥയും അനുശാസിക്കുന്ന തരത്തിൽ മാത്രമാണ്
സംസ്ഥാന ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയുക? ഇതൊക്കെ സതീശന് അറിയില്ലാഞ്ഞിട്ടല്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാത്രം പിണറായി വിജയൻ സർക്കാർ നൽകിയ തുക എന്താണ് സതീശൻ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുന്നത്? 145 കോടി 40 ലക്ഷം രൂപയാണ്. ഇത് മുൻ UDF സർക്കാർ ചെലവഴിച്ചതിൽ വെച്ച് എത്രയോ ഇരട്ടി തുകയാണ്. വിവിധ ദേവസ്വം ബോർഡുകൾക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി സർക്കാർ നൽകിയ സാമ്പത്തിക സഹായം ആകെ 638 കോടി 58 ലക്ഷം രൂപയാണ്. ശബരിമല മാസ്റ്റർ പ്ലാന്റെ ഭാഗമായി 83 കോടി 88,13,959 രൂപ LDF സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് ഗവൺമെന്റ് ചെലവഴിച്ച പണം 20 കോടി 75,78,747 രൂപയാണ്. ശബരിമലയിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന് 10 വർഷം കൊണ്ട് പിണറായി വിജയൻ സർക്കാർ ചെലവഴിച്ചത് 1986.67 കോടി രൂപയാണ്. എന്താണ് സതീശ ഇതൊക്കെ പറയാതെ പോകുന്നത്? അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഗമം വലിയ വിജയമായിരുന്നു, അതിന് വലിയ പിന്തുണ ലഭിച്ചു എന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സതീശനും സംഘവും ഒക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ആ സംഗമം വലിയ സക്സസ് ആയിരുന്നു എന്നാണ് പറയാനുള്ളത്. കാരണം 38ഓളം സമുദായ സംഘടനയിലെ നേതാക്കന്മാർ, അതുപോലെ തന്നെ അംഗങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ വലിയൊരു പിന്തുണ ആ പരിപാടിക്ക് കിട്ടുന്നു. ഇന്ന് സമുദായ സംഘടനയിലുള്ള എല്ലാവരും അയ്യപ്പനോടൊപ്പം തന്നെ നിൽക്കുന്ന, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് വേണ്ടി അതിന്റെ ഉന്നമനത്തിന് വേണ്ടി നടന്ന ഒരു സംഗമമാണ് എന്ന് ഒരേ സ്വരത്തിൽ പറയുന്നു. എന്താണ് ഈ അയ്യപ്പ സംഗമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ശബരിമലയുടെ ഉന്നമനത്തിനും വികസനത്തിനും ഭക്തർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെയൊക്കെ പറ്റി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ ഒരു പരിപാടിയാണ്. അങ്ങനെ ഒരു പരിപാടിയെയാണ് ഇവരെല്ലാം രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ബഹിഷ്കരിച്ചുകൊണ്ട് തകർക്കാൻ ശ്രമം നടത്തി. ഇതിപ്പോ എന്ത് സംഭവിച്ചു? തകർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരെയൊക്കെ അയ്യപ്പൻ തന്നെ തുരത്തിയിരിക്കുന്നു. അവർക്ക് എട്ടിന്റെ പണി അയ്യപ്പൻ തന്നെ കൊടുത്തിരിക്കുന്നു. ഇത് അയ്യപ്പ കോപമെന്ന് പറയാതെ വയ്യ. അങ്ങനെ പണി പാളി എന്ന് കണ്ടപ്പോൾ VD സതീശനും സംഘവും ഒക്കെ ഇവിടെ നിന്ന് മോങ്ങുകയാണ്. NSSനെയൊക്കെ ഇനി അനുനയിപ്പിക്കാൻ കഴിയുമോ എന്നറിയില്ല. NSS ഒക്കെ ശരിക്കും കോൺഗ്രസിനെയും BJPയും ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പൊ BJPയുടെ ഒരു പരിപാടി കൂടി അവിടെ പന്തളത്ത് നടക്കുന്ന സാഹചര്യം ഉണ്ടായല്ലോ. എന്തൊക്കെയാണ് പറയുന്നത്? അയ്യപ്പന്റെ ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് നടത്തിയ പരിപാടിയിൽ മുഴുക്കെ കണ്ടത് വർഗീയത വാരി വിതറുന്ന കാഴ്ചയല്ലേ? വാവര് തീവ്രവാദിയാണെന്ന് വരെ പറഞ്ഞു കളഞ്ഞില്ലേ? എന്തൊക്കെ രീതിയിലുള്ള നെറികെട്ട തെമ്മാടിത്തരങ്ങളാണ് പലരും വിളിച്ചു കൂവിയത്. അതിനെതിരെ ഒന്നും VD സതീശന് ഒരു രീതിയിലുള്ള പ്രതികരണവും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും സതീശനൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതൊക്കെ യഥാർത്ഥ അയ്യപ്പ വിശ്വാസികൾ കാണുന്നുണ്ട്. VD സതീശനെ പോലുള്ള ആളുകളൊക്കെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികളുടെ വോട്ട് സമ്പാദിക്കാൻ വേണ്ടിയാണ് ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസം KC വേണുഗോപാലിന്റെ ഒരു ലേഖനം മാതൃഭൂമിയിൽ കാണാനിടയായി. എല്ലാം വിഴുങ്ങിക്കൊണ്ട് ഞങ്ങൾ അയ്യപ്പന്മാർക്കൊപ്പമാണ്, ശബരിമലയ്ക്കൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലാണ്. അന്ന് ഇങ്ങനെ സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വിധി വന്നപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാരിനൊപ്പം നിൽക്കാഞ്ഞത്? അന്ന് എന്താണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത്? അന്ന് നിങ്ങൾ കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ മുഴുവൻ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി, സംഘർഷമുണ്ടാക്കി, വിശ്വാസികളെ ചൂഷണം ചെയ്യുക എന്നതായിരുന്നു. അത് പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്നായി തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരെന്താണ് ചെയ്തത്? UDFനെ വീണ്ടും പ്രതിപക്ഷത്ത് തന്നെ ഇരുത്തി. UDF ശബരിമല വിഷയമൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ജയിച്ചു കയറി ഈ നമ്മുടെ നാടിന്റെ ഭരണം കയ്യേറാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവരുടെ മോഹങ്ങളെല്ലാം പൊലിഞ്ഞു പോയത് ജനങ്ങൾ, വിശ്വാസികൾ സത്യം തിരിച്ചറിഞ്ഞപ്പോഴാണ്. അയ്യപ്പനെ പോലും ഒരു വോട്ട് ബാങ്കിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയം കളിക്കുന്ന ഈ വർഗത്തെ തിരിച്ചറിയേണ്ടതുണ്ട്. VD സതീശനെയും സംഘത്തിനെയും NSS അടക്കമുള്ള ആളുകൾ തിരിച്ചറിയുമ്പോഴും NSSന്റെ സെക്രട്ടറി പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രതികരണം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രതികരണം ഞാനൊന്ന് വായിച്ചു പോവുകയാണ്. ആഗോള അയ്യപ്പ സംഗമം നടന്നത് വിശ്വാസികൾക്ക് വേണ്ടിയാണെന്നും സംസ്ഥാന സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. ഇതാണ് VD സതീശനെ ചൊടിപ്പിച്ചത്. സുകുമാരൻ നായർ പോലും ഇങ്ങനെ പിന്തുണ പറയുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. ഈ ബഹിഷ്കരണോടികളെ സത്യത്തിൽ ജനം തന്നെ ബഹിഷ്കരിച്ചിരിക്കുന്നു. ബാക്കി കൂടി ഞാൻ വായിക്കാം. സർക്കാരിന് മാത്രമാണ് ശബരിമല വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുക. ആര് എന്തെല്ലാം തീരുമാനമെടുത്താലും അവസാനം തീരുമാനം സർക്കാരിൻ്റെതാണ്. സർക്കാരിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്ത്രീ പ്രവേശനം മാത്രമല്ല, പല ആചാരങ്ങളും നിലനിർത്തി പോകണമെന്നാണ് NSSന്റെ ആവശ്യം. ബദൽ അയ്യപ്പ സംഗമത്തിൽ പ്രതിനിധിയെ അയക്കാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എത്ര പേർ പങ്കെടുത്തു എന്നതിലല്ല കാര്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു അയ്യപ്പ സംഗമം നടന്നത് പമ്പയിലും മറ്റൊന്ന് പന്തളത്തുമാണ്. ആ വ്യത്യാസം 2 സംഗമങ്ങൾക്കുമുണ്ട്. വാവർ സ്വാമിക്ക് എതിരായ പരാമർശം ശരിയല്ല. വാവർ സ്വാമിയെ ഇന്നലെയോ അല്ല, ശബരിമല ഉണ്ടായ കാലം മുതൽ ആദരിക്കുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങളും ഒരുപോലെ ആദരിക്കുന്നുണ്ട്. NSSന് വാവർ സ്വാമി തീവ്രവാദി ആണെന്ന അഭിപ്രായമില്ല. ഇത്തരം പരാമർശങ്ങൾ ശരിയല്ലെന്നും സുകുമാരൻ നായർ പറയുകയാണ്. ഇതുപോലും VD സതീശന് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. VD സതീശനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
BJP നടത്തിയ സംഘവുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയ വർഗീയ പരാമർശത്തിനെതിരെ സംസാരിക്കുന്നത്. പക്ഷേ VD സതീശൻ സംസാരിക്കുന്നില്ല. അത് ഇവിടെ NSS സംസാരിക്കാൻ കഴിയുന്നുണ്ട്. അത് എന്തുകൊണ്ടെന്നൊക്കെ നമ്മുടെ ജനങ്ങൾ, അയ്യപ്പ വിശ്വാസികൾ ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞു വെക്കുകയാണ്.